ഹായ് ഒരു വെൽക്കം ടു ചാനൽ ബേസിക് വ്ളോഗ്സ്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ തിരുവോണത്തിൻ്റെ ഒരുക്കത്തിനായിട്ട് രാവിലെ എണീറ്റ് അത്തപ്പൂക്കളം ഇടമാണ്. പൂക്കളൊക്കെ ഞാൻ ഇന്നലെ വരച്ച ഡിസൈനിൽ അതുപോലെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. രാവിലെ മോർണിംഗ് മാമി എന്നെ എണീറ്റ് സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് മാമി ഇതുവരെ കണ്ടില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് സെറ്റ് പൂക്കളമൊക്കെ ഇട്ട് തുടങ്ങി. ഓണത്തിൻ്റെ ഒരു പ്രത്യേക ഇതാണല്ലേ പൂക്കളത്തിൻ്റെ ഭംഗി എന്നൊക്കെ പറയുന്നത്. പല പല ഡിഫറെൻറ്റ് കളേഴ്സൊക്കെ ആയിട്ട് ഈ പൂക്കൾ ഇങ്ങനെ ഇരിക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. വാമി നല്ല സുഖം ഉറക്കമാണ് രാവിലെ. അപ്പോൾ വാമി ഇങ്ങനെ ഒറ്റയ്ക്ക് കിടത്തുമ്പോഴത്തേക്കും സേഫിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റാണ് ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്കൊക്കെ വളരെ യൂസ്ഫുൾ ആവും. ഇത് ലവ് ലാപ്പിൻ്റെ ബെഡ് റെയിലാണ് കേട്ടോ. കുഞ്ഞുങ്ങളിങ്ങനെ ഒറ്റയ്ക്ക് കിടത്തുമ്പോൾ വളരെ സേഫായിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്ന ഒരു സാധനമാണ് ഈ ലവ് ലാപ്പിൻ്റെ ബെഡ് റെയിൽ. ഇത് ഡിഫറെൻറ്റ് കളേഴ്സിൽ അവൈലബിൾ ആണ്. ഇതിപ്പോൾ റെഡാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ സ്ഥിരം വാമിക്ക് യൂസ് ചെയ്യുന്ന ഇതാണ്. ഇത് ഈ ഒരു വൺ ടച്ച് ഓപ്പറേഷൻ കൂടിയാണ് വരുന്നത്. നമ്മൾക്ക് ഇത് വെച്ചിട്ട് ഇങ്ങനെ താഴ്ത്തി കുഞ്ഞുങ്ങൾ എണീക്കുമ്പോഴത്തേക്കും എടുക്കാനൊക്കെ പറ്റും. ഇപ്പോഴത്തെ സൈഡും അതുപോലെ സെയിം ബട്ടൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. ഇതൊരു വണ്ടർഫുൾ പ്രോഡക്റ്റാണ്. ഏത് ബെഡിനോട് കൂടിയും നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 180 × 72 ആണ്. അപ്പോൾ ഇത് നമ്മൾക്ക് നല്ല ഫിക്സബിളായിട്ട് വെക്കാനായിട്ട് ഒരു ഫെൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവർ. അതുപോലെ തന്നെ നമ്മൾക്ക് ബേബി സേഫ്റ്റി എൻഷുർ ചെയ്യുന്ന നല്ല ഫീച്ചർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണിത്. പിന്നെ നമുക്ക് കുഞ്ഞിനെ വ്യൂ ചെയ്യാൻ പറ്റും. ഒരു നല്ല വെന്റിലേഷനും കിട്ടാനുള്ള ഒരു സ്പേസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ഫെൻസ്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഫെൻസാണിത്. പിന്നെ നമ്മൾക്കിവിടെ ഒരു ചെറിയ ബാസ്ക്കറ്റ് പോലെ പ്രൊവൈഡ് ചെയ്യുന്ന ബാസ്ക്കറ്റ് അല്ല, ഇവിടെ നമ്മൾക്ക് കുഞ്ഞുങ്ങളുടെ എന്തെങ്കിലും ബോട്ടിൽസോ വേറെ ടോയ്സോ എന്തെങ്കിലുമൊക്കെ വെക്കാനുള്ള ഒരു ചെറിയ സ്പേസും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വാമി വന്നു. കഴിഞ്ഞ ഉത്രാട ദിനത്തിനെ പോലെയല്ല വാമി ഇപ്രാവശ്യം എന്നെ സഹായിക്കാൻ എന്നുള്ളത് ഞാൻ ഞെട്ടിപ്പോയി. അവൾ ഞാനിടുന്ന പോലെ തന്നെ നോക്കി അത് കൃത്യമായിട്ട് ജമന്തിയൊക്കെ ഇടുന്നത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് കുഞ്ഞുങ്ങളൊക്കെ വളരുന്നുണ്ടല്ലേ, ഒരു അമ്മയെന്ന നിലയ്ക്ക് എനിക്ക് വളരെ സന്തോഷം തോന്നിയ നിമിഷമായിരുന്നു അത്. വാമി ഭയങ്കര ഉത്സാഹത്തിലായിരുന്നു. അതുപോലെ വാമി ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയും കുറച്ച് അറിവൊക്കെ ആയ ഒരു ടൈമാണ്. ഇപ്പോൾ വാമിക്ക് ഈ ഓണത്തിനൊക്കെ ഈ പൂക്കളൊക്കെ അറേഞ്ച് ചെയ്യുമ്പോൾ ഒരു ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. പക്ഷെ നമ്മുടെ അച്ഛനും അമ്മയും പറയുന്ന ഓണത്തിനെ പോലെ വരത്തില്ല. കാരണം അവർക്കന്ന് ഒരുമയുടെ ഒരു ഓണമായിരുന്നു അത്. ഇപ്പോൾ ന്യൂക്ലിയർ ഫാമിലിയാണെല്ലാം. ഇവിടെ ഞങ്ങൾ പൈനാപ്പിൾ പച്ചടിയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. പിന്നെ എൻ്റെ കുറച്ച് സ്പെഷ്യൽ ഡിഷസായ ബീട്രൂട്ട് കിച്ചടി, അതുപോലെ തന്നെ നമ്മുടെ വെള്ളരിക്ക പച്ചടിയും, അതുപോലെ വേറെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. നമ്മളിന്ന് ട്രിവാൻഡ്രം സദ്യ പോലെയൊക്കെയാണ് വെക്കുന്നത്. അങ്ങനെ ഇവിടെ എല്ലാം റെഡിയാവുകയാണ്. അപ്പോൾ കുറച്ച് പൂക്കൾ കെട്ടി വാമിയുടെ വല്യമ്മയ്ക്ക് കൊടുക്കാൻ പോവാണ് പൂവ്. പൂക്കളത്തിൻ്റെ ഫൈനൽ ലുക്ക് കാണിച്ചില്ലല്ലോ. ഇതാണ് നമ്മുടെ തിരുവോണ പൂക്കളത്തിൻ്റെ ഫൈനൽ ലുക്ക്. ഉത്രാടത്തിൻ്റെ അന്ന് എന്തായാലും നമ്മൾക്ക് പാലക്കാട് സദ്യ പോലെയായിരുന്നു. പക്ഷേ അതുകൊണ്ട് ഞാനിപ്രാവശ്യം തിരുവോണത്തിന് നമ്മൾക്ക് ഒരു ട്രിവാൻഡ്രം സദ്യയാക്കാം. ബോളിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വാമിക ഇവിടെ കുളിച്ച് കുട്ടപ്പത്തിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സദ്യ കഴിച്ചാൽ പച്ചടി, കിച്ചടി, അവിയൽ, തോരൻ, കൂട്ടുകറി എല്ലാം ഇവിടെ റെഡിയാണ്. അതുമാത്രമല്ല 3 തരം പായസമുണ്ട്. സദ്യ ഗംഭീരമാണ്. അവിയൽ, കൂട്ടുകറി, തോരൻ, പൈനാപ്പിൾ പച്ചടി, ബീട്രൂട്ട് കിച്ചടി എല്ലാം ഇവിടെ സെറ്റായിട്ട് വാമി ഇത് നോക്കിയിരിക്കുകയാണ്. എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് മാത്രമേ കൺഫ്യൂഷനുള്ളൂ. പുളിയിഞ്ചിയാണ് കേട്ടോ. ഇത് പാലക്കാട് സ്റ്റൈലാണ്. പുളിയിഞ്ചി ഉണ്ട്, നാരങ്ങ അച്ചാറുണ്ട്, ബീട്രൂട്ട് പച്ചടി, വെള്ളരിക്ക പച്ചടി, അതുപോലെ പൈനാപ്പിൾ പച്ചടി, കൂട്ടുകറി, തോരൻ, അവിയൽ എല്ലാം ഉണ്ട്.
കുഞ്ഞുങ്ങളൊക്കെ ഫസ്റ്റ് തന്നെ റെഡിയായിരുന്നു. അത് ഏട്ടൻ്റെ കുട്ടിയാണ്, വിക്കിയുടെ ഏട്ടൻ്റെ കുട്ടി ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ എല്ലാവരും ഒത്തുകൂട്ടിമിച്ചാണെന്ന് ഫുഡ് കഴിക്കുന്നത്, തിരുവോണ സദ്യ കഴിക്കുന്നത്. വാമിക്ക് എത്ര പഴം വെച്ച് കൊടുത്തിട്ടും പഴം ഇലയിൽ വെക്കേണ്ടെന്ന് പറഞ്ഞിട്ട് മാറ്റി വയ്ക്കുവാണ്. അപ്പോൾ നമ്മൾ ചോറൊക്കെ റെഡിയാക്കി, പരിപ്പ് കറിയുണ്ട്, അതുപോലെ സാമ്പാർ കറിയുണ്ട്, മോര് ഉണ്ട്, രസമുണ്ട്. പണ്ടൊക്കെ ആയിരുന്നു ഓണം, കാരണം ഇത്രയധികം ഫുഡ് കഴിക്കാൻ പോലും പറ്റാൻ സാധിക്കാത്ത ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊരു ഉത്സവം പോലെയായിരുന്നു ഒരു സദ്യ എന്ന് പറയുന്നത്. ഇപ്പോൾ വളരെ കോമൺ ആയി തുടങ്ങി. പക്ഷേ പണ്ടത്തെ കാലം എൻ്റെ അച്ഛനും എൻ്റെ അമ്മയൊക്കെ പറയുന്നത് പോലെ ഒരുപാട് അവരുടെ പണ്ടത്തെ കഥകൾ പറയുമ്പോൾ അതിപ്പോഴത്തിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. ഇതാണ് കേട്ടോ നമ്മുടെ ട്രിവാൻഡ്രത്തിൻ്റെ സ്വന്തം ബോളി. ഞാൻ എൻ്റെ കൈകൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിവിടെ പാലട വെച്ചാണ് നമ്മളിപ്പോൾ കഴിക്കുന്നത്. സാധാരണ ട്രിവാൻഡ്രത്തൊക്കെ നമ്മൾ വെർമസലി പായസം, അതായത് സേമിയ പായസത്തിൻ്റെ കൂടെയാണ് കഴിക്കാറ്. ഇതിപ്പോൾ പാലടയുടെ കൂടെയാണ് ഒഴിച്ചിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഇവിടെയൊന്നും അധികം അങ്ങനെ കിട്ടാനില്ല. അപ്പോൾ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാം എൻ്റെ ഇല കണ്ടോ കംപ്ലീറ്റഡ്. അതുപോലെ പരിപ്പ് പായസവും പപ്പടവും പഴവും കൂടെ കൂട്ടി കഴിച്ചു. പിന്നെ എല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ മോര് ജസ്റ്റ് ഒന്ന് കയ്യിലൊഴിച്ച് കഴിക്കാറുണ്ട്. അതാണ് പതിവ്. അപ്പോൾ അത് ഞാൻ ഇപ്രാവശ്യം തെറ്റിച്ചില്ല. അപ്പോൾ സദ്യ കഴിച്ച് ഫുള്ളായപ്പോഴത്തേക്കും ഒരു മന്ദതയായിരുന്നു. പിന്നെ വീഡിയോ എടുക്കാനുള്ള ത്രാണിയില്ല. അപ്പോൾ അച്ഛൻ ഇങ്ങനെ ഫ്ലവേഴ്സിൻ്റെ ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്രയുള്ള ഒരു കുട്ടി വ്ളോഗാണ്. ബൈ.